ഹായ് അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അപ്പോൾ നമ്മളെ കർക്കിടക മാസമൊക്കെ അല്ലേ, നല്ല മഴയുണ്ട്. നല്ല മഴത്തൊക്കെ തിന്നാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയതും കഴിച്ചാലാണെങ്കിൽ എന്തായാലും ടേസ്റ്റ് എന്നാ. അപ്പോൾ നിങ്ങൾ വീണ്ടും ഇനി ഉണ്ടാക്കാൻ നോക്കൂട്ട. അമ്മാതിരി നല്ല ടേസ്റ്റുള്ള പലഹാരമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ ആദ്യം എൻ്റെ മോന് കുറച്ച് തേങ്ങ ഒക്കെ ചിരണ്ടി തരികയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയൊന്നും അതിനകത്തൊന്നും വേണ്ട. അപ്പം തേങ്ങ ചിരണ്ടേണ്ട ഒരു പണി മാത്രമേ ഇതിന് കാര്യമായിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ അതാ നമ്മൾ ഒരു 1/2 കിലോന് എള്ള് കൊണ്ടുവച്ചിരിക്കണം കേട്ടോ. അപ്പോൾ എള്ള് നമ്മളിങ്ങനെ കാണുമ്പോൾ എള്ളിന് അത്ര ഒരു ഇത് തോന്നൂല. നമ്മൾ പലഹാരത്തിലൊക്കെ കുറേശ്ശെ ഒക്കെ ഇടല്ലേ ഉള്ളൂ. അപ്പോൾ എള്ളിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എള്ള് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രമേഹം നമ്മൾ അടുത്ത് കടുക്കൂല കേട്ടോ. ഇനി പ്രമേഹം ഉള്ളവർക്കാണെങ്കിൽ അത് പ്രമേഹം കുറഞ്ഞ് കിട്ടും ചെയ്യും. പിന്നെ രക്തസമ്മർദ്ദം കുറക്കും, പിന്നെ കൊളസ്ട്രോൾ കുറക്കുന്നു. ക്യാൻസർ നമ്മൾ അടുത്തേക്ക് വരില്ല. ക്യാൻസറിനെ തടയണ്, കാൽസ്യം കൂടണ്, പിന്നെ ഈ വളർച്ചയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അകറ്റിട്ടാ. പിന്നെ സന്ധിവാതം അകറ്റണ്, പിന്നെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ തടയുന്നു. മുടി നമുക്ക് കൊഴിച്ചിലുണ്ടാവില്ല. മുടിൻ്റെ വേരിനൊക്കെ നല്ല ഉറപ്പുണ്ടാവും കേട്ടോ. പിന്നെ ആണെങ്കിൽ മുടി നിരക്കണോലുണ്ടെങ്കിൽ നിരക്കൊന്നുമില്ല, നിരക്കാനൊക്കെ അതിനുള്ള സാധ്യത ഒക്കെ കുറക്കും. അപ്പോൾ എന്തെല്ലാം ഗുണങ്ങളാണ് എള്ളിനുള്ളതെന്ന് നമ്മളറിയാൻ അറിഞ്ഞിക്കണം. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ പലതുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്കാനൊന്നും അറിയാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ കണ്ടത് ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കിയിട്ടാ. അപ്പോൾ ഇതാ എള്ളിൽ നല്ല കച്ചറ ഉണ്ടാവും കേട്ടോ. ഈ കടിയിലൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കണ്ടല്ലേ ഈ കാര്യം. അപ്പോൾ നമ്മൾ കഴിയുന്നിടത്തോളം കല്ലും മുള്ളൊക്കെ ഉള്ളതുകൊണ്ട് നുള്ളി പെറുക്കാൻ ഞാൻ ഒന്ന് ചേറിപ്പാറ്റി ഒക്കെ ചെയ്തിക്കണേ. അപ്പം നമ്മൾ നന്നായി കഴുകിക്കാണ്ട് ഒന്ന് അരിക്കണം കേട്ടോ. അല്ല ഞാൻ കല്ലും മണ്ണൊക്കെ ഇങ്ങനെ കടിച്ചു കൊണ്ട് നിൽക്കും. അപ്പോൾ ഒരു സുഖം കിട്ടില്ല. അപ്പോൾ പല്ലൊക്കെ കേട് വരും, പല്ലൊക്കെ പുളിച്ച് കൊണ്ട് കൂട്ടാ. അപ്പോൾ അതിന് ടേസ്റ്റ് തന്നെയാണ് പോവില്ല കല്ല് കടിച്ചാൽ. അപ്പം ഇങ്ങനത്തെ ഈ വരയുള്ള 2 ചെമ്പട്ടി എടുത്താൽ നല്ല ഈസി ആയിട്ട് നമുക്ക് അതിലത്തെ കല്ലും മണ്ണൊക്കെ അരിച്ചെടുക്കാം. അപ്പോൾ അതിക്ക് കൂട്ടേണ്ട കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞു തരട്ടാ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയതും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതും ഒക്കെ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. അപ്പോൾ അതിന് നിങ്ങൾ കണ്ടാലല്ലേ ഉണ്ടാക്കാമെന്ന് കഴിയുള്ളൂ. അപ്പോൾ അതിനെ പറ്റിയൊക്കെ അറിയണമെങ്കിൽ അപ്പോൾ നമുക്ക് രോഗം വന്ന് ചികിത്സിക്കുന്നതിനെക്കാട്ടി നമ്മൾ നല്ലത് രോഗം വരാതെ നിൽക്കാനല്ലേ. അപ്പോൾ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ എപ്പോഴും കാരണന്മാർ പറയും, പണ്ടുള്ള ആൾക്കാർ പറയും, ആരോഗ്യം ഉണ്ടെങ്കിൽ കലീബായിട്ടെങ്കിലും നടക്കാമെന്ന് കേട്ടോ. അതിനെന്തോ ഒരു പഴഞ്ചൊല്ലുണ്ട്, എനിക്ക് പറയാൻ കിട്ടണില്ല. അപ്പോൾ ഇതാ നമ്മൾ നന്നായി അരിച്ചിക്കാണ്ട് അതിത്തെ കല്ലും മുള്ളൊക്കെ കളഞ്ഞിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അരിപ്പിക്കേണ്ട വാരി വെച്ചിക്കണ്. അപ്പോൾ നമ്മളത് കൊണ്ടുപോയിക്കാണ്ട് ഒരു തുണിയിൽ ചിക്കിക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ നമ്മൾ എടുക്കുകയാണ് നമ്മളെ കടലയാണ് കേട്ടോ. കടലിനെ പറ്റി പറയുകയാണെങ്കിൽ കടലൊക്കെ ഉണ്ട് കേട്ടോ നല്ല ആരോഗ്യ ഗുണങ്ങൾ. നമ്മളറിയാത്ത ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കുറക്കും. പിന്നെ വെയിറ്റ് ഉള്ളവരുണ്ടെങ്കിൽ കടല നമ്മൾ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തിയാൽ വെയിറ്റ് കുറഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ കണ്ണിന് നല്ല കാഴ്ച കിട്ടും. പിന്നെ അതും ക്യാൻസറിനെ തടയാനൊക്കെ സഹായിക്കണേ. അപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ പ്രധാനപ്പെട്ടത് നമ്മളൊന്ന് പറയണം കേട്ടോ. നല്ല പോഷകങ്ങളുള്ള പല കാര്യത്തിനുള്ള നല്ലൊരു ഇതാണ് കേട്ടോ. അവലല്ല അത് കടല. അപ്പോൾ അതാണ് പെട്ടത്. അപ്പോൾ നമ്മൾ ആദ്യം കടലയിട്ട വറുക്കേണ്ടത്. അപ്പോൾ മണ്ണിലിട്ട് കാണ്ടല്ലേ കടല വറുക്കൽ. അപ്പോൾ മണ്ണിലിട്ട് വറുക്കണ്ട. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മണ്ണ് കയറിയിട്ടുണ്ടെങ്കിൽ കടല മണ്ണ് കടിച്ചു കൊണ്ട് നിൽക്കും. അപ്പോൾ ഞാൻ കടലയൊക്കെ നന്നായി വറുത്ത് കാണ്ട് കോരിക്കണ്ട. അപ്പം നമ്മൾ അവിലാണ് ഇട്ടത്. അവിൽ നമ്മളുണ്ട് വറുത്ത് കോരണം. ഇതും കടലയും അവിലൊക്കെ 1/2 കിലോ തന്നെയാണ് കേട്ടോ. എള്ളും 1/2 കിലോ തന്നെയാണ്. അവിലിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലിനും പല്ലിനും ഒക്കെ ബലം നൽകൂട്ടാ. പിന്നെ നമുക്ക് ആയുസ് കൂട്ടണം എന്നാണ് പറയുന്നത്. ഇത് കുട്ടികൾക്കും വലിയവർക്കും വയസ്സന്മാർക്കും ഒക്കെ ഫലം ചെയ്യുന്നതാണ് അവിൽ. ഇപ്പോൾ ചിലവരൊന്നും കഴിക്കണില്ല. ഇത് നമ്മൾ ഇതൊന്നും കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. കടലിൽ ഞാൻ കഴുകിയിട്ടില്ല, അവിലും കഴുകിയിട്ടില്ല. അപ്പോൾ നമ്മളെ എള്ള് ഇതവിടെ നമ്മളെ ടേബിളുമ്മ കൊണ്ടുപോയിക്കാണ്ട് ഞാൻ തുണിയിലിട്ടുകാണ്ട് പിരിച്ചിട്ടുകാണ്ട് ഒന്ന് പരത്തിയിട്ട് ഫാനൊക്കെ വെച്ചതാണ് ഇട്ടത്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്നാണ്ട് തുണിക്കാൻ ചോർന്ന് പോയിക്കോളും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കണ തുണിയൊന്നും എടുക്കരുത് കേട്ടോ. അതിനൊരു കറണ്ട്. അപ്പോൾ തുണികൾ കേട് വരും. അപ്പോൾ പഴയ തുണിയിലാണ് ഞാൻ ഇട്ടുകൊണ്ട് കേട്ടോ. ഒരു തട്ടത്തിലാണ് ഇട്ടുകൊണ്ടത്. അപ്പോൾ എള്ളൊക്കെ നല്ല വളർന്നിക്കണ്. അപ്പോൾ നമ്മൾ എള്ള് കൊണ്ടുപോയിക്കാണ്ട് ഞാൻ ചട്ടിയിലിട്ട് കാണ്ട് തന്നെ വറുക്കട്ടാ. അപ്പോൾ വറുക്കണ്ടൊക്കെ ഞാൻ കുറേശ്ശെ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ കാണുന്നവർക്ക് കണ്ടു ബോറടിക്കണ്ടെന്ന് വിചാരിച്ച് കണ്ടിട്ടാ. അപ്പം ഇനി നമ്മൾ എള്ളാട്ട വറുക്കാൻ പോണത്.
എള്ള് വറുക്കുമ്പോൾ ഇങ്ങനെ കൈ വെക്കാതെ വറുക്കണം കേട്ടോ. എല്ലാം കൈ വെക്കാതെ നമ്മൾ കരിയാതെ വറുക്കേണ്ട ഏറ്റവും നല്ലതല്ലേ. അപ്പം നമ്മൾ അടുപ്പത്താണ് വറുക്കേണ്ടത് ഒക്കെ ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട്, അതൊന്നും ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. അപ്പം ഗ്യാസുമ്പോൾ വറുക്കണവർക്ക് അങ്ങനെയും ചെയ്യാം. എനിക്ക് അടുപ്പുമ്മൽ കേട്ടോ എളുപ്പം. അപ്പം ഞാൻ അടുപ്പുമ്പത്ത് വെച്ച് കാണ്ട് തന്നെയാണ് എല്ലാം പിന്നെ വറുക്കേണ്ടത്. പിന്നെ ഹെൽത്തി ആയിട്ട് കിട്ടാനുള്ളതൊക്കെ നമ്മൾ അടുപ്പത്ത് വെച്ച് വറുക്കുമ്പോൾ അതിനായിട്ടുള്ള ഒരു ഹെൽത്തി ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ പിന്നെ വറുത്തതൊക്കെ അതാ അടുപ്പിൻ്റെ അടുത്തൊക്കെ വെച്ച് കിട്ടും. അപ്പം ഇനി നമ്മൾ അതിലേക്കുള്ള തേങ്ങ കേട്ടോ വറുക്കേണ്ടത്. തേങ്ങ വറുക്കാഞ്ഞാൽ നമ്മളിത് ഒരു മാസം നമ്മൾ പിന്നെ തങ്കരിച്ച് കാണ്ട് ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് കഴിക്കണം കേട്ടോ. അതാട്ടോ അതിൻ്റെ ഹെൽത്തി. അതിന് നമ്മൾ തടിക്ക് പിടിക്കലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്ത് കൂട്ടുക നല്ലത്. അല്ലെങ്കിൽ തേങ്ങ വന്ന് നീര് വന്ന് കാണ്ട് ഇത് കേട് വരും. അതിനായിട്ടത് പെട്ടെന്ന് തീർക്കാനുള്ളവർക്ക് തേങ്ങ വറുക്കണം എന്നൊന്നുമില്ല. അപ്പോൾ തേങ്ങ ഞാൻ അടുപ്പത്തിട്ട് കാണ്ട് ഇങ്ങനെ പോന്നിക്കണേ ഒരു കണൽമേലിട്ടാ. അപ്പോൾ ഈ കണ്ണുകാണ്ട് ഇങ്ങനെ നെരിഞ്ഞ് വെന്തോളും. അപ്പോൾ അതൊന്നും എരിഞ്ഞ് വരണട്ടാ. അപ്പോൾ കടലതാ തോലൊന്നും കളയണ്ട, അച്ചൽക്ക് തന്നെ അതിലെന്തെങ്കിലും കരിഞ്ഞതാ പൊളിഞ്ഞതാ ഉണ്ടെങ്കിൽ ഒഴിവാക്കി കാണ്ട് അത് നമുക്കൊണ്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ കർക്കിടകത്തിൽ പിന്നെ ഇത് പ്രതിരോധിക്കാനുള്ള ശക്തി കിട്ടണ എല്ലാ മുതലും ഇപ്പോൾ ഇതിലുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പിന്നെ എന്താണ് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ കൂട്ടി കൊടുക്കുക, ബദാം ഉണ്ടെങ്കിൽ അതൊക്കെ വറുത്തുകാണ്ട് അതും കൂട്ടി കൊടുക്കട്ടോ. അതൊക്കെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ അതൊക്കെ നമുക്കിപ്പോൾ അതിനൊന്നും കഴിയില്ല. എന്താ വെച്ചാൽ അതൊക്കെ കുറച്ച് നമ്മളെ അതിനുള്ള സാമ്പത്തികം നല്ല നമ്മളെടുത്തില്ല. അതൊക്കെ നല്ല വിലപ്പിടിച്ച സാധനങ്ങളല്ലേ, ഇതൊന്നിനൊന്നും പിന്നെ വലിയ വില ചേട്ടാ. അപ്പോൾ അതൊക്കെ ഉണ്ടത്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ പൊടിച്ചുകാണ്ട് ഇതിക്കൊരു വലിയൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ പൊടിച്ചുകാണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി നമ്മൾ നിങ്ങൾ നോക്കി ഇനി എന്താ കൂട്ടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ എന്തായാലും ടേസ്റ്റ് എന്നാ പിന്നെ കഴിക്കാൻ നമുക്ക് ഇങ്ങനെ തോന്നിപ്പോവും. ഇതുണ്ടാക്കാൻ അതിനകത്ത് ഒരു പണിയൊന്നും ചേട്ടാ. അപ്പോൾ നമ്മൾ എള്ളുതാ പിന്നെ അവിലും കടലയൊക്കെ ഞാൻ 2-3 വട്ടാക്കി കണ്ടാണ് പൊടിച്ചത്. എള്ള് പിന്നെ വെയിറ്റുള്ള സാധനം ആയതുകൊണ്ട് എള്ള് കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. ഒക്കെ അര കിലോ അനീച്ചാണ് കേട്ടോ. അതുതന്നെ ഇപ്പം നമുക്ക് എല്ലാവർക്കും പിന്നെ കുറേശ്ശെ ഡെയിലി കഴിച്ചാൽ ഈ കർക്കിടക തീരോളം അങ്ങനെ കുറേശ്ശെ കഴിച്ചാൽ ഒക്കെ നമ്മളെ ശരീരത്തിന് പിടിക്കൂട്ടാ. അപ്പം നമ്മൾ ഈ രോഗങ്ങളൊക്കെ തടയാനുള്ള ശക്തി നമുക്ക് കിട്ടും. എന്താ വെച്ചാൽ എല്ലാവർക്കും മുടി കൊഴിച്ചിലുണ്ട്, പിന്നെ ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ള രോഗങ്ങളല്ലേ. പ്രമേഹം വരാതിരിക്കുകയാണെങ്കിൽ എത്രയും നന്ന്. പ്രമേഹം വന്നോൽക്ക് അത് കുറഞ്ഞ് കിട്ടും ചെയ്യും. അങ്ങനെയൊക്കെ ഈ ആരോഗ്യത്തിന് പറ്റിയ എല്ലാ മരുന്നുകളും ഇതിലുള്ളത്. അപ്പം നമ്മൾ അറിയാത്തതും ഒരുപാടുണ്ട് കേട്ടോ. നിങ്ങൾ വേണമെങ്കിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി ഒരുപാട് അറിയും. ഞാൻ അതിൽ പ്രധാനപ്പെട്ട് മാത്രം നിങ്ങളോട് പറയണം കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ തേങ്ങയിട്ട് പൊടിക്കേണ്ടത് എല്ലാം പൊടിച്ചുകാണ്ട് നമുക്കാണ്ട് മിക്സ് ആക്കാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ പൊടിച്ചുകാണ്ട് പിന്നെ ഒക്കെ ഇങ്ങനെ റെഡിയാക്കി വരുന്നുണ്ട് കേട്ടോ. എല്ലാണ്ട് ശരിയായിക്കണേ. അപ്പോൾ ഞാൻ ചക്കര കുറച്ച് 1 കിലോ ചക്കര, നല്ല ചക്കരയാണ്, പഞ്ചക്കര, അത് അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. ഒന്ന് തിളക്കുന്നുണ്ട്, അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പം ഇത് ഇങ്ങനെ നന്നായി ഒന്നായിട്ടുണ്ട് മിക്സ് ചെയ്യാണ് കേട്ടോ. എല്ലാം കൂടി ഓരോന്ന് വേറെ പൊടിച്ചതല്ലേ. അപ്പോൾ എല്ലാം ഇട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ കുറച്ച് വലിയ പാത്രമൊക്കെ എടുക്കണ്ടാണ് കേട്ടോ നല്ലത്. അപ്പോൾ നമ്മളതൊക്കെ മിക്സ് ചെയ്ത് നല്ല മഴ ഉണ്ട് കേട്ടോ. ഞാനത് ചെയ്യുമ്പോഴൊക്കെ നല്ല മഴ ഉണ്ട്. അപ്പോൾ ഇതിനോട് വെള്ളം തെറിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ എനിക്ക്. ഇങ്ങനെ വർക്കേരിയിൽ വെച്ച് കണ്ടില്ല, അപ്പോൾ അവിടെ ഇങ്ങനെ വെള്ളം തെറിക്കുമോ എന്നുള്ളൊരു പേടിൻ്റെ. വെള്ളമൊന്നും തെറിക്കരുത്, വെള്ളം ആവും ചെയ്യരുത്. അപ്പോളിത് കുറേ ദിവസം നിൽക്കുള്ളൂ. നമുക്കൊരു മാസം ഇത് നിർത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാ. അപ്പം ഇതാ ചക്കര ഒരു ചെറിയ ചൂട് കൊടുക്കുക തന്നെ ഇതിൽ കൊഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പം എനിക്കിത് അടുപ്പുമ്മലൊക്കെ വെച്ച് കാണ്ട് ഉണ്ടാക്കേണ്ട, അല്ല അടുപ്പുമ്മലല്ല ഉരലിലിട്ട് കാണ്ട് ഇടിച്ചിട്ടാണ് എനിക്ക് ഭയങ്കര പിന്നെ ഹെൽത്തിയായിട്ട് തോന്നൽ. പിന്നെ മയങ്ങനെ പെയ്തും കൊണ്ട് നിന്നിട്ടേ മുറ്റത്തേക്ക് പോകാനും വയ്യ. പിന്നെ ഉരലൊക്കെ നല്ല തേച്ചെക്കി പിന്നെ ഈ ഒലക്കുകയാണെങ്കിൽ ശരിയറ്റല്ലേ, ഒലക്കൊക്കെ ചതലിടിച്ച് കാണ്ട് പിന്നെ കൈമലൊക്കെ ആര് കുത്തും. അപ്പോൾ വിചാരിച്ചിട്ടാട്ടോ. അല്ലെങ്കിൽ ഞാൻ അണ്ടിപ്പുട്ടൊക്കെ ഇടിച്ചുമ്പോൾ ഉരലിലിട്ട് കാണ്ട് ഇടിക്കലാണ്. എനിക്കതാട്ടോ എപ്പോഴും ടേസ്റ്റും പിന്നെ നല്ലതെന്ന് തോന്നൽ അതാണ് കേട്ടോ. അപ്പോൾ അതിനൊന്നും പറ്റാത്തൊരു കാലാവസ്ഥ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതാ നമ്മളതൊക്കെ പിന്നെ ഇട്ട് വെക്കുമ്പോൾ എനിക്ക് നനവും കുറവാണ്, പിന്നെ മധുരവും കുറവാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതിക്ക് തെച്ചുള്ള ബാക്കിയുള്ള ചക്കരയും കൂടി ഞാൻ അടുപ്പത്ത് വെച്ചിക്കണേ. അപ്പോൾ അതും കൂടി അതിക്ക് ഇതിക്കാണ് കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കണം കേട്ടോ. അപ്പോഴേ ഇതൊന്നുണ്ട് ശരിയായി കിട്ടുള്ളൂ. ഒന്ന് നനഞ്ഞുണ്ട് നമുക്ക് ഓരോരോ ഉണ്ട ഉറ്റണമെങ്കിലേ കുറച്ചൊരു ലൂസൊക്കെ വേണ്ടേ. ലൂസല്ല, ഒരു നനവ് വേണം.
പിന്നെ തേങ്ങ നമ്മൾ വറുത്തതായതുകൊണ്ട് അതിന് വെള്ളവും നനവൊന്നും ഇല്ല കേട്ടോ. പിന്നെ എള്ളിങ്ങനെ പിറ്റേന്നൊക്കെയാണ് അതിൻ്റെ എണ്ണ ഇങ്ങനെ ആയി വരല്. അപ്പോൾ എള്ളൊക്കെ ഭയങ്കര ഫലമുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മളതൊന്നും ചെയ്യലില്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിന് എനിക്ക് അതിനകത്ത് പൈസയൊന്നും ആയിട്ടില്ല കേട്ടോ, കുറഞ്ഞ പൈസ തന്നെ ആയിട്ടുള്ളൂ. നമ്മൾ രോഗം വന്നുകൊണ്ട് നമ്മൾ ചികിത്സിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ അല്ലേ. അപ്പോൾ നമ്മൾ ശരീരം നോക്കാനും നമുക്ക് എല്ലാവർക്കും ആരോഗ്യത്തോടെ ഇരിക്കാൻ എല്ലാവർക്കും ആഗ്രഹമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടി, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഉറ്റി വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഉറ്റി വെച്ചാൽ പിന്നെ എല്ലാവർക്കും പിന്നെ കഴിക്കാനൊക്കെ എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടോ ഉറ്റി വെക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു പാത്രത്തിലിട്ടാലും മറ്റേ ഇങ്ങനെ സ്പൂൺ കൊണ്ട് തിന്നുമ്പോൾ പിന്നെ അങ്ങനെ ചിന്ത് പോവുകയൊക്കെ ചെയ്യില്ലേ. അപ്പോൾ ഉറ്റി വെച്ചാൽ പിന്നെ സുഖമായി. അപ്പോൾ അത്യാവശ്യം കുറച്ച് വലിയ ഉരുളയാണ് കേട്ടോ. ഇതിനെക്കാട്ടി ചെറുതാക്കിയാൽ ഒരുപാട് ഇഷ്ടമുണ്ടാവും. അപ്പോൾ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും കൈ ഇടുമ്പോൾ ഈ സാധനം കേട് വരും. എന്താ വെച്ചാൽ നമുക്ക് കുറേ ഇരിക്കാനുള്ളതല്ലേ. അപ്പോൾ കൈ ഒരുപാട് ചെല്ലുമ്പോൾ അപ്പോൾ എൻ്റെ കൈ തന്നെ മതി എന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ ഉറ്റിക്കാണ്ട് പിന്നെ ഒരു പാത്രത്തേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഞാൻ പറഞ്ഞ്, അപ്പോൾ നിങ്ങൾ കാണുമെന്ന് ഞാൻ വിചാരിക്കണേ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഇട്ടും ഒന്ന് ഷെയർ ചെയ്ത് കാണി നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണം എൻ്റെ ഒപ്പം വേണം. അപ്പോൾ അതൊക്കെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾക്കൊക്കെ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളെ മുമ്പിലേക്ക് എത്തുള്ളൂ. പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി. നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുകാണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെയും വീഡിയോസൊക്കെ ഇടാണ്ടിട്ട് അപ്പോൾ നിങ്ങൾ കാണുകയാണെങ്കിൽ നമുക്ക് കുറേ വീഡിയോസൊക്കെ ഇടാണ്ട്. അപ്പോൾ നമ്മൾ ഉറ്റി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉറ്റലൊക്കെ കഴിഞ്ഞ് അപ്പോൾ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനും വേണം. അപ്പോൾ ഒരു ഉരുളൻ്റെ ഒരു 4 ഭാഗം ഡെയിലി കഴിച്ചാൽ മതി കേട്ടോ. 4 നല്ല ഫലം ചെയ്യും. നല്ലത് കുറച്ച് തിന്നാൽ മതിയല്ലോ. പിന്നെ ഈ ചെറിയ ഇത് ആര്യവൈദ്യശാലത്തെ ഗുളികയൊക്കെ ചെറിയതല്ലേക്കാരോ അതിന് എത്ര ഫലം ഉണ്ടാവും എന്ന പോലെ തന്നെ ഉണ്ടത്. അപ്പോൾ നമ്മൾ ഭരണി കുപ്പികൾ കുറച്ചൊക്കെ കൊണ്ടുവന്ന് വെച്ചിക്കണേ. അപ്പോൾ അതിലിട്ട് നോക്കുമ്പോൾ അതിൽ ചെറുതിലൊന്നും കൊള്ളണില്ല കേട്ടോ. അപ്പോൾ ഓരോരുത്തർ റൂമിലാണ് കൊണ്ടുവച്ച് കൊടുത്താൽ ഓരോ ആവശ്യം പോകണം ഇങ്ങനെ തിന്നോളും എന്ന് വിചാരിച്ച് കണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട്, ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പോൾ ഭരണി കുപ്പി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കണ്ട്, പൊട്ടണ ഭരണിയില്ലേ അപ്പോൾ അതിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് കണ്ട് ഞാൻ അതിലാക്കി വെക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും പിന്നെ അങ്ങനെ ഒരു വെച്ചുകാണ്ട് പിന്നെ വെച്ച് കൊടുത്തിട്ടാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇടലാണ് കേട്ടത്. അപ്പോൾ ഇനിയും നമ്മൾ നല്ല വീഡിയോസായിട്ട് ഇനിയും വരും. അപ്പം പറഞ്ഞ മാതിരി തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്, മടിച്ച് നിൽക്കരുത്. നല്ല മഴ എല്ലായിടത്തും ഉണ്ടല്ല, ചിലയിടത്തൊക്കെ വെള്ളം കയറിക്കുന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്. ആർക്കും ഒരു ബുദ്ധിമുട്ടും പഠിച്ചവൻ വരുത്താതെ നിൽക്കട്ടെ. മഴക്കാലം വരുമ്പോൾ പിന്നെ അതൊരു പേടിയാണല്ലേ. പാടവക്കത്തുള്ളവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാണ് ഇക്കാരം. എല്ലാവരും പഠിച്ചവൻ കാക്കട്ടെ, ഒരു ആഫത്തിലൊന്നും പെടുത്താതെ നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അതിനല്ലേ കഴിയുള്ളൂ. അപ്പോൾ നമ്മളെ ഉരുളകളൊക്കെ നമ്മൾ പാത്രത്തിലാക്കിയിട്ടാ. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടോ എന്തോന്നൊന്നും എനിക്കറിയില്ല. കാണുന്നൊക്കെ നമ്മൾ വിചാരിക്കണേ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. അതിനത്രയും പണിയില്ല, അതിനത്രയും ചിലവില്ല കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടി, ഉണ്ടാക്കി നോക്കേണ്ടി. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒന്ന് കൊടുക്കുക. ആണുങ്ങൾക്കൊക്കെ ഈ കർക്കിടക മാസത്തിൽ നല്ല മഴ ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഇനിയും വരണ്ടേ ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ